ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CGL 2020 ചോദിച്ചാണ്. 24 നമ്പേഴ്സിൻ്റെ ആവറേജ് 56. 24 നമ്പേഴ്സിൻ്റെ ആവറേജ് 56. അതിൽ ഫസ്റ്റ് 10 ആദ്യത്തെ 10 71.7 അടുത്ത 11 42 ദെൻ അടുത്ത 3 നമ്പേഴ്സ് 22, 23, 24 നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2, 1:3, 1:2, 1:3, 5:12. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ LCM വെച്ച് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എത്ര വരും? 12 വെച്ച് മൊത്തത്തിൽ മൾട്ടിപ്ലൈ. 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഷ്യോ 6:4:5 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും ആ നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് കിട്ടാൻ പോകുന്നത് 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഈ 3 നമ്പറിൻ്റെ ആവറേജ് ഇപ്പം ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ 4x ഇങ്ങനെ കിട്ടും. ഈ 3 നമ്പറിൻ്റെ ആവറേജ് എക്സിൻ്റെ ടൈമിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര വരും? 6x + 4x + 5x എത്ര വരും? 5x എന്ന് പറഞ്ഞു കിട്ടും. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ് 22ൻ്റെയും 24ൻ്റെയും 22ൻ്റെയും അത് എക്സിൻ്റെ ടൈമിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര വരും? 6xഉം 5xഉം കൂടി കൂട്ടിയിട്ട് 11x/2 5.5x എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ആദ്യമേ നമ്മൾ നോക്കേണ്ട ഓവർലാപ്പിംഗ് ആണോ നോൺ ഓവർലാപ്പിംഗ് ആണോ. അതായത് ഓവർലാപ്പിംഗ് എന്താണ്, നോൺ ഓവർലാപ്പിംഗ് എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ തിയറി സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ദെൻ ഇത് നോക്കുമ്പോൾ നോൺ ഓവർലാപ്പിംഗ് ആണ്. കാരണം എന്താണ്? മൊത്തം 24 നമ്പറാണ്. അതേ 24 നമ്പറുമാണ് അവർ സെപ്പറേറ്റ് ചെയ്ത് പറയുമ്പോഴും പറയുന്നത്. അപ്പോൾ നോൺ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നെറ്റ് ഡീവിയേഷൻ 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 10 നമ്പറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 71.7 ഉണ്ട്, 56 മതി. 56 മതി, പക്ഷേ എത്രയുണ്ട്? 71.7 ഉണ്ട്. അതായത് അവർക്ക് 15.7 കൂടുതലുണ്ട്. 15.7 എത്രയുണ്ട്? കൂടുതലുണ്ട്. ബാക്കി 11 പേരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 56 വേണം, 42 ഉള്ളൂ, 14 കുറവാണ്. ബാക്കി 3 പേരുടെ കേസ് നമുക്കറിയത്തില്ല. നെറ്റ് ഡീവിയേഷൻ 0. ഇവരുടെ ഡീവിയേഷൻ ഞാൻ D എന്ന് പറഞ്ഞെടുത്തു. സോ 157 - 154 + 3D = 0. 3 + 3D = 0. 3Dയുടെ വാല്യൂ -3 എന്ന് പറഞ്ഞു കിട്ടും. D എന്ന് പറയുന്നത് -1. അതായത് ഈ 3 പേരുടെ ആവറേജിൻ്റെ ഡീവിയേഷൻ നമ്മൾ എടുത്തിരിക്കുന്ന 56-നേക്കാളും 1 ഡീവിയേഷൻ -1 ആണ്. അതിനർത്ഥം ഈ 3 പേരുടെ ആവറേജ് 56-നേക്കാളും 1 കുറവാണ്. എത്ര കിട്ടും? 55 എന്ന് പറഞ്ഞു കിട്ടും. അത് നമ്മൾ എക്സിൻ്റെ ടൈമിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞ് 5x. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും? 11. നമുക്ക് കണ്ടുപിടിക്കേണ്ട 5.5x ആണ്. 5.5x എത്ര വരും? ഇൻറ്റു 55. 55 × 11 ചെയ്യുക. ദെൻ ഒരു പോയിന്റ് മാറ്റി കുത്തിടുക. 60.5. 60.5 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരും.